ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെക്ഷൻ ഫുള്ള് ഐസ് പിടിച്ചിരിക്കുകയാണ്. ഒരു സർക്യൂട്ട് ഫുൾ ഐസ് പിടിച്ചിട്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഐസ് പിടിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ടാണ്ട്, പക്ഷേ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ ലീക്ക് വന്നതിന് ശേഷം അതിൻ്റെ ഗ്യാസ് പ്രഷർ കുറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് കാരണത്തിലാണ് ഇത്രയും ഒരു സൈഡ് മാത്രം ഐസ് പിടിച്ചത്. മറ്റേ സൈഡ് കുഴപ്പമില്ല, രണ്ട് സർക്യൂട്ടാണ്. രണ്ട് സർക്യൂട്ടിൽ ഒരു സൈഡ് പ്രശ്നമില്ലാതെ ഓടുന്നുണ്ട്. ഒരു സൈഡിലാണ് ഇത്രയും ഫുൾ ഐസായത്. ഐസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ LPയിൽ ട്രിപ്പ് ആവേണ്ടതാണ്, പക്ഷേ LP സ്വിച്ച് അതിൽ വർക്ക് ചെയ്യാറില്ല. അപ്പോൾ നമുക്കിനി LP സ്വിച്ച് അതിന് മാറ്റിയിടണം. LP സ്വിച്ച് മാറ്റിയിട്ടതിന് ശേഷം മാത്രമേ നമുക്കിനി പിന്നെ അതിൻ്റെ ലീക്ക് ആ പിന്നിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ആ പിന്ന് മാറിയതിന് ശേഷം നമുക്ക് പുതിയ പിന്നടിക്കണം. പിന്നടിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ടോപ്പപ്പ് ചെയ്യണം. ഗ്യാസ് ടോപ്പപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫുള്ള് റീഡിങ് ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് ഈ വെള്ളം ഒഴിച്ച് വേണം ഈ മെൽട്ടാക്കി കളയാൻ. ഫുൾ ഐസാണ്, ഒരു സൈഡ് കോയിൽ ഫുൾ ഐസ് പിടിച്ചു പോയി. അപ്പോഴതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ലൈനും ഫുള്ള് എല്ലാം ഐസിലായിരിക്കുകയാണ്. ആ സർക്യൂട്ട് ഫുള്ള് നമുക്ക് മെൽട്ടാക്കണം. മെൽട്ടാക്കിയതിന് ശേഷം കാരണം അത്രയ്ക്കും ഐസായിപ്പോയി. ഒരു 24 hours റണ്ണിങ് ഇരിക്കുന്ന യൂണിറ്റാണ്. അതാണ് ഈ ഇത്ര പ്രശ്നമായത്. LP സ്വിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മളിപ്പം ഇത് മെൽട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയി, ഇനി ഒരു സൈഡും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാവും. ഈ സൈഡ് പ്രശ്നമില്ല. നമ്മൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, മെൽട്ടാക്കി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഫിൽറ്ററെല്ലാം ഫിൽറ്റർ വാഷ് ചെയ്ത് അതിനകത്ത് ഫിൽറ്റർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓവറോളൊന്ന് ഫുള്ള് വാഷ് ചെയ്തെടുത്ത്. കാരണം ഇനി അതിനകത്ത് ഇനി പൊടിയും ഇതും കയറിക്കഴിഞ്ഞ് ഇനിയും വീണ്ടും ഷട്ട് ഓഫ് ചെയ്യേണ്ടി വരും യൂണിറ്റ്. അത് കാരണത്തിനാലും എല്ലാം ഒന്ന് വാഷ് ചെയ്ത് കണ്ടൻസർ കോയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം. യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ റീഡിങ് എടുക്കണം. റീഡിങ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് നോക്കാം. ഓക്കെ, പുതിയൊരു വീഡിയോമേ അടുത്ത വീഡിയോ.